പ്രശാന്തേട്ട, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മണിയമ്പിള്ള രാജുവിന്റെ കാറിടിച്ച് ബൈക്കിൽ പോയിരുന്ന രണ്ട് യുവാക്കൾ താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാർ നിർത്താതെ പോകുന്നു. അപ്പോൾ കാറിൽ മണിയമ്പിള്ള രാജു മദ്യപിച്ചാണ് കാർ ഓടിച്ചിരുന്നത്, അതുകൊണ്ടാണ് നിർത്താതെ പോയത് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ പറയുന്നത് പോലെ മണിയമ്പിള്ള രാജു മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞ് രാജു വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇത് പൂർണ്ണമായും നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷേ 12 മണിക്കൂറിന് ശേഷം മദ്യപാനം ഈ പറയുന്ന ബ്ലഡിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് 12 മണിക്കൂർ നീട്ടിയതിനു ശേഷമാണ് രാജു പോലീസിലേക്ക് എത്തിയത് എന്നുള്ള വിവാദങ്ങൾ വഴി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത്? യാഥാർത്ഥ്യം ഇപ്പോൾ ഹർഷ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപിക്കുന്ന ആൾക്കാർ പോലീസിനെ വെട്ടിക്കാനായിട്ട് പല തന്ത്രങ്ങൾ പരീക്ഷിച്ചിട്ട് തന്നെയാണ് മദ്യപിച്ചിട്ട് ഇപ്പോഴും വാഹനം ഓടിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ തുലവും കൂടുതലാണ്, കുറവല്ല, കൂടുതലാണ്. ഇപ്പോൾ സാധാരണ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പാരച്യൂട്ടിൻ്റെ 1 രൂപയുടെ എണ്ണ മേടിച്ച് വായിലിട്ട് ചവച്ച് പോലീസുകാരെ പറ്റിക്കാം, അല്ലെങ്കിൽ മുറുക്കാൻ വായിലിട്ട് പോലീസുകാരെ പറ്റിക്കാം, അങ്ങനെ കുറേ നമ്പറുകളൊക്കെ ഇറക്കി എല്ലാം ചീറ്റിയിരുന്നു. പക്ഷെ സയൻറ്റിഫിക്കലി ഈ മദ്യം ബ്ലഡിലേക്ക് കലർന്നു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറിന് ശേഷം അതിൻ്റെ സബ്സ്റ്റൻസ് കുറഞ്ഞു വരും. ബ്ലഡിലെ മദ്യത്തിൻ്റെ ഒരു 11 അവർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും തന്നെ അത് പോകും. പക്ഷെ കണ്ടുപിടിക്കേണ്ട മാർഗങ്ങളുണ്ട്. യൂറിൻ ടെസ്റ്റിലൂടെയും അതുപോലെ തന്നെ നമുക്ക് ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് ടെസ്റ്റിലൂടെ, ഡീപ്പ് ബ്രീത്തിങ് ടെസ്റ്റ്, അല്ലാതെ ചുമ്മാ ഊതിയാലൊന്നും അടിക്കില്ല. ഇപ്പോൾ ഒരു വിക്സ് മോട്ടായി കഴിച്ചാൽ പോലും ഈ ബ്രീത്ത് അനലൈസർ അടിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കേസുകളും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സിനിമാക്കാരൻ്റെ വിളഞ്ഞ ബുദ്ധിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം 11 മണിക്കൂറിന് ശേഷം വരുന്നു, ആക്സിഡന്റ് നടന്നപ്പോൾ ഞാൻ ഭയന്നു പോയി എന്ന് പറയുന്നു. ബേസിക്കലി ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഹർഷ, ആ CCTV വിഷ്വലുകൾ ഇപ്പോൾ ന്യൂസ് ചാനലുകൾ വഴി പുറത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ വിഷ്വൽ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, പാഞ്ഞു വരുന്ന ഒരു ബൈക്ക് അദ്ദേഹത്തിന്റെ കാറിന്റെ മുന്നിൽ തട്ടുന്നു. ആ ബൈക്കും ആ കുട്ടികളും കൂടി തെറിച്ച് ഒരു വശത്തേക്ക് പോവുകയാണ്. നല്ല ഒരു അപകടമാണ്, ഒരു വളരെ വലിയൊരു അപകടമാണ്, അല്ല ഒരു ചെറിയ അപകടമല്ല. ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിന് എപ്പോൾ വേണമെങ്കിലും, ഞാൻ വാഹനം ഓടിക്കുന്ന ഒരാളാണ്, ഹർഷ വാഹനം ഓടിക്കുന്ന ഒരാളാണ്, നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ഒരു അപകടം മുന്നിൽ കണ്ട് വേണം ഒരു ഡ്രൈവർ വാഹനം ഓടിക്കാൻ. കാരണം നമ്മളെപ്പോലെ തന്നെ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ എതിരിൽ വരുന്നവർക്ക് നമ്മൾക്ക് എത്രമാത്രം ഡ്രൈവിംഗ് അറിയാവോ അത്രമാത്രം ഡ്രൈവിംഗ് അറിയുള്ളൂ എന്നുള്ള ചിന്തയിൽ വാഹനം ഓടിച്ചാൽ ആക്സിഡന്റുകൾ ഉണ്ടാവില്ല. ഇവിടെ എനിക്ക് തന്നെ, ഞാൻ മര്യാദയ്ക്ക് പോയിട്ടും എനിക്കിട്ട് ഇങ്ങോട്ട് കയറി വന്ന് ഇടി കിട്ടി, ഞാൻ ഒരു 9 മാസത്തോളം കിടന്നുപോയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കാലിന് പരിക്ക് പറ്റിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ആക്സിഡന്റ് പറ്റുമ്പോൾ ആ ഡ്രൈവർ ഒരു മര്യാദയ്ക്ക് വാഹനം നിർത്തി ഇറങ്ങി വന്ന് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഒരു മിനിമം മര്യാദയാണ്. അതെ, തീർച്ചയായിട്ടും ഇല്ലേ? ആ ഒരു മര്യാദ സിനിമാ താരമായിട്ടുള്ള മണിയമ്പിള്ള രാജു പാലിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആ കുട്ടികൾ അവിടെ കിടന്ന് രക്തം വാർന്ന് മരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അത് ബാധിക്കില്ലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ പാനിക്കായി പോയി. അതെ, അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, താൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, താൻ മദ്യപിക്കില്ല, 1 വർഷത്തിന് മുകളിലായി മദ്യപിച്ചിട്ട് എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് പോയത്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം. വീട്ടിൽ പോയി പോലീസുകാർ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വീട്ടിലില്ല എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം വീട്ടിലില്ലായിരുന്നു എന്ന് പോലീസുകാർ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു മൊഴി ആ ഒരു പോലീസുകാരുടെ ന്യായത്തെ ഹനിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്. ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ള പേരിൽ മണിയമ്പിള്ള രാജുവിനെ പോലൊരു വ്യക്തിയെ നാട്ടുകാരെന്തായാലും കൈകാര്യം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു സാധാരണക്കാരൻ ഇടി കിട്ടും, ഉറപ്പാണ്. മണിയമ്പിള്ള രാജുവിനെ ഒന്നും കൈവയ്ക്കാൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആക്സിഡന്റ് ആയി എന്ന് കരുതിക്കൊണ്ട് അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും തല്ലിലേക്ക് ഇടിയിലേക്ക് അവസാനിക്കില്ല. കാരണം ഈ പറയുന്ന ആക്സിഡന്റ് ആയി കിടക്കുന്ന വ്യക്തികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സിടിച്ച വണ്ടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഡ്രൈവർ കാണിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിൽ പോലും അതിന് ചേർന്ന് നിൽക്കുകയേ ഉള്ളൂ. പിന്നീട് വരുന്ന കാര്യങ്ങൾ അത് പിന്നീട് നോക്കാം. ഇദ്ദേഹത്തെ പോലെ ഇത്രയും വലിയ സമൂഹത്തിൽ വലിയ വിലയുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഇത്രയും മോശമായ അല്ലെങ്കിൽ തെറ്റായ ഒരു രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം മാനുഷിക പരിഗണന ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന മണിയമ്പിള്ള രാജുവിന്റെ ഇന്നലത്തെ ഇൻസിഡന്റ് തെളിയിക്കുന്നത്. കാരണം മനസാക്ഷിയും സമൂഹത്തിലെ നിലയും വിലയും രണ്ടാണ്. അതെ, തീർച്ചയായിട്ടും സമൂഹത്തിൽ നിലയും വിലയുമുള്ള എത്രയോ വ്യക്തികൾക്ക് മനസാക്ഷി ഇല്ലാത്തവരുണ്ട്. അതെ, ഇവിടെ മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന വ്യക്തിക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസാക്ഷി ഇല്ല എന്ന് തന്നെ ഞാൻ ഉത്തരം പറയും. കാരണം ഒരു ചെറിയ പരിഗണന ആ ഇടിച്ചു വീണ വ്യക്തികളും തന്നെ പോലെ തന്നെ 2 മനുഷ്യ ജന്മങ്ങളാണ്, അവർക്കും വേദനയുണ്ട്, അവരെ ഞാനല്ലാതെ മറ്റാരും സഹായിക്കുക, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതിയെ പോലെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി മറ്റൊരു കാര്യം അങ്ങനെയുണ്ട്, നമ്മൾ മണിയമ്പിള്ള രാജുവിനെ മാത്രമായിട്ട് കടന്ന് ആക്രമിക്കരുത്. അതൊരു ഇട റോഡാണ്.
എപ്പോൾ വേണമെങ്കിലും വാഹനങ്ങൾ വരാവുന്ന ഇടറോഡിലേക്ക് പ്രവേശിക്കുന്ന ഈ 2 യുവാക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിത വേഗത്തിൽ വന്നിട്ടാണ് ഇടിച്ച് തെറിച്ചു പോകുന്ന തീർച്ചയായിട്ടും അതില് പറയുന്ന യുവാക്കളിൽ ഒരാൾ സൂരജ് എന്ന് പറയുന്ന യുവാവ് കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പറയുന്നതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയപ്പെടുന്നത് കാർ ദൂരെ നിന്ന് കണ്ടിരുന്നു, അപ്പോൾ ഹോൺ അടിച്ചു, കാർ നിർത്തിയിട്ടു. മറ്റ് 2 ബൈക്കുകൾ പോയതിനു ശേഷമാണ് ഈ 2 യുവാക്കളുള്ള ഈ ബൈക്ക് പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കാർ നിർത്തിയിട്ടിരിക്കുന്നു, അതുകൊണ്ട് പാസ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടില്ല എന്ന് കരുതി പോകുന്നു. അപ്രതീക്ഷിതമായി കാർ അവിടെ നിന്ന് എടുക്കുന്നു. ഇതാണ് സംഭവിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. സംഭവിച്ചതിൽ ഞാൻ ഹർഷയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒരു വിരോധാഭാസമുണ്ട്. ഫാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ റോഡിന് വീതി കൂടും എന്നുള്ള ചിന്തയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള. അതിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ KB ഗണേഷ് കുമാർ മന്ത്രിയായിട്ടുള്ള KSRTC. അതിൽ KSRTC ഡ്രൈവർമാർക്ക് ഒരു വിചാരമുണ്ട്, പാസ് അടിച്ചു കഴിഞ്ഞാൽ റോഡിന് വീതി കൂടും, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പള്ളയിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോകണം. പിന്നെ 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഓടിക്കുന്ന, അതായത് കാർ, ജീപ്പ് മുതലായ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ബൈക്കിൽ വരുന്നവരോട് പൊതുവേ ഒരു പുച്ഛമുണ്ട്. തീർച്ചയായിട്ടും അത് ബൈക്കിൽ വരുന്നവരെന്തോ കുറഞ്ഞവരാണ്, അവർക്ക് വാഹനം അവർക്കല്ല, കാറുകാർക്ക് മാത്രം അവകാശപ്പെടാൻ റോഡെന്നുള്ള ഒരു വിചാരത്തിൽ റോഡിന്റെ പകുതിയിലേറെ കടന്ന് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുള്ള നാടും കൂടെയാണ് നമ്മുടെ കേരളം. റോഡ് നിയമങ്ങൾ പാലിക്കുന്ന എത്ര ഡ്രൈവർമാരുണ്ട് എന്ന് നമ്മൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് 10ൽ താഴെ ആയിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ സിഗ്നൽ പാലിക്കാറില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി കഴിഞ്ഞിട്ട് സിഗ്നൽ പാലിക്കാതെ മുന്നിലേക്ക് കയറി വന്ന ലോറി ഇടിച്ച് ഒരു ബൈക്കുകാരൻ മരിക്കുകയും ആ ലോറി മുഴുവൻ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ KSRTC ഒരു ലോറിയെ ഇടിച്ച് അപ്പുറത്തെ ട്രാക്കിലേക്ക് തെറിപ്പിച്ചതും തൃശ്ശൂർ റൂട്ടിൽ തന്നെയാണ്. അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കാർ ആക്സിഡന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബേസിക് ഡ്രൈവിംഗ് നിയമങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് എടുത്തതിന് ശേഷം മാത്രം റോഡിലേക്ക് ഇറങ്ങുന്ന കുറച്ചധികം ആളുകളുണ്ട്. അവരൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ കാറ് കുട്ടികൾ കണ്ടിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്താണ് ചെയ്യേണ്ടത്? ആ ബൈക്കിന്റെ വേഗത കുറച്ച് കാറ് കടന്നു പോകാനായിട്ട് ഒന്നെങ്കിലും അനുവദിക്കണം. അല്ല, അതാണ് ഇവിടെ പറയുന്നത്. ഹോൺ അടിച്ചിരുന്നു, കാർ അതിനുശേഷം ഹോൺ അടി കേട്ടപ്പോൾ കാർ നിർത്തിയിട്ട കാറ് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. കാറ് പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്തെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. 80 കിലോമീറ്ററോളം സ്പീഡിൽ വന്നിട്ട് ഇടിച്ച് തെറിച്ച് ഏകദേശം 100 മീറ്ററോളം പോയത് കാറ് കണ്ടു. ഞാൻ ഓൺ അടിച്ചു, കാർ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്ങനെ എടുത്തെങ്കിലും ഓർത്ത് ഞാൻ മിന്നൽ പോലെ അങ്ങ് പോയി. ഒന്നാമത്തെ കാര്യം, ഹർഷ ഒരു കാര്യം മനസ്സിലാക്കണം, AC കാറിനുള്ളിൽ ചില്ല് വെക്കിയിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ ഇത്തിരി മ്യൂസിക് സിസ്റ്റം കൂടെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പോകുന്നതാണെങ്കിൽ പോലും. കാരണം ദൂരം എത്ര ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന ഓപ്പോസിറ്റുള്ള വണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ രാത്രി സമയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള. കഴിഞ്ഞ ദിവസം കളമശ്ശേരി ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അതിന്റെ വീഡിയോസ് ഭയങ്കര വൈറലായിരുന്നു. പാഞ്ഞു വരുന്ന ഒരു R15 ബൈക്ക് മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറി ആ യുവാവ് ഏകദേശം 10 അടിയോളം ഹൈറ്റിലേക്ക് പൊങ്ങി ചിതറിത്തെറിച്ച വാഹനങ്ങൾക്കൊപ്പം നിലത്ത് വീഴുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. അതിൽ ഒരു ക്വാളിസ് വാഹനമോ അല്ലെങ്കിൽ ഒരു ഇന്നോവ എന്തോ പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഹൈ ബീം ലൈറ്റ് വളരെ അധികം നമുക്ക് ആ വിഷ്വലിനെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഹൈ ബീം ലൈറ്റ് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാനടക്കം, എൻ്റെ വാഹനത്തിലടക്കം ഞാൻ വാഹനം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഒരു കമ്പനി ഇറക്കുന്ന ആ ഒരു യെല്ലോ ലൈറ്റ് എന്തോ ഒരു അരോചകമായി തോന്നിയത് കൊണ്ട് ഞാൻ അടക്കം ഏകദേശം ഒരു ബൾബിന് 4000 രൂപ വരുന്ന ഹാലജൻ ഹൈ ബീം ലൈറ്റ് ആണ് എൻ്റെ വണ്ടിക്കുള്ളിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഞാൻ ഒരു കൺട്രോളറും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമെങ്കിൽ വിജനമായ വഴിയിൽ, വളവും തിരിവുമുള്ള വഴിയിൽ എനിക്ക് ആവശ്യമെങ്കിൽ മാത്രം ഹൈ ബീം ലൈറ്റ് യൂസ് ചെയ്യും. അല്ലാത്ത സമയത്ത് വാഹനത്തിനുള്ളിലുള്ള നോർമൽ ലൈറ്റ് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്തുള്ളൂ. ഇപ്പോഴത്തെ വാഹനങ്ങളിൽ പൊതുവെ ഇപ്പോൾ വരുന്ന എല്ലാ ആഡംബര വാഹനങ്ങളിലും അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുന്ന വില കൂടിയ വാഹനങ്ങളിലെല്ലാം തന്നെ വരുന്ന ഹൈ ബീം ലൈറ്റുകളാണ്, വൈറ്റ് ലൈറ്റുകൾ. അത് ശരിക്കും പറഞ്ഞാൽ റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഈ നൈറ്റ് വിഷൻ അവൈലബിൾ ആയിട്ടുള്ള നൈറ്റ് വിഷൻ കണ്ണാടികൾ യൂസ് ചെയ്യുന്നവരുണ്ട്, കൂളിംഗ് ഗ്ലാസുകൾ, ഡേ ആൻഡ് നൈറ്റ് കൂളിംഗ് ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് പോലും ഈ ഹൈ ബീം ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട വാഹനത്തിന് ഇഷ്ടപ്പെട്ട നിറവടിക്കുകയും അല്ലെങ്കിൽ ടയറിന് അല്പം വീതി കൂട്ടുകയും ചെയ്യുന്ന പേരിൽ ഓടിച്ചിട്ട് പിടിക്കുന്ന MVD എന്തുകൊണ്ട് ഈ ഹൈ ബീം ലൈറ്റുകൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ കയ്യിൽ പണമുള്ളവന് എന്തുമാവാം എന്നുള്ളൊരു നിയമം കേരളത്തിൽ പണ്ടുതൊട്ടേ ഉള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അതിലേക്ക് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ തുടക്കത്തിലെ മണിയമ്പിള്ള രാജുവിലേക്ക് എത്തുന്നത്. കാരണം പണമുള്ളത് കൊണ്ട് പലതും വളച്ചൊടിക്കാൻ സാധിക്കും, നിയമം വളച്ചൊടിക്കാൻ സാധിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് പറയപ്പെടുന്നത്. അതെ, ബുദ്ധിയും. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത്? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സത്യം എല്ലാവരും മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് മണിയമ്പിള്ള രാജു മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോഴും ദുരൂഹമായി തുടരുന്നത് എന്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നിട്ടും വീട്ടിലില്ല എന്ന് നുണ പറഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ നീട്ടി നിന്നതിന് ശേഷം മാത്രം പോലീസിൽ വന്നു. പുറത്തു വന്നിട്ടുള്ളത് വൺ സൈഡ് വിഷ്വലാണ്.
അതെ, വൺ സൈഡ് വിഷ്വലാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഇരവാദം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളതാണ്, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അത് അദ്ദേഹത്തിന് കുറച്ചല്ല വളരെ വലിയ രീതിയിലുള്ള ഒരു സഹതാപം ഉണ്ടാക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമാക്കാരൻ എന്നതിനേക്കാൾ ഉപരി മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്തൊരു കേസാണ്. 11 മണിക്കൂറിന് ശേഷം ഹാജരാകുന്നു, വീട്ടിൽ ഒളിച്ചിരുന്നു. അതെ, ഇതൊക്കെ തന്നെയും നമുക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഭയം കൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചെയ്തതിന് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇത് സ്വാഭാവികമായും മറ്റൊരു വശം കൂടി, ഈ പറയുന്ന മണിയമ്പിള്ള രാജുവിന്റെ കാർ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്, ഈ പറഞ്ഞ യുവാക്കൾ പറയുന്നത് പോലെ നിർത്തിയിട്ടതിന് ശേഷം പെട്ടെന്ന് എടുക്കലായിരുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ പുറത്തു വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ പൂർണ്ണമായും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അറിയാം ഈ ഒരു കേസിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ളത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നൊക്കെ പറയേണ്ടി വരും. മരണത്തിലേക്ക് എത്താതെ യുവാക്കൾ രക്ഷപ്പെട്ടത് തന്നെ വലിയൊരു കാര്യം. മരണത്തിലേക്ക് എത്തുന്നതിനേക്കാൾ വലുതാണ് ഹർഷ ഇനിയുള്ള കുറച്ച് നാളുകൾ അവർ അനുഭവിക്കുന്ന വേദന. അതൊരു ആക്സിഡന്റിൽ പെട്ട്, ഹർഷയും ഒരു ആക്സിഡന്റിൽ പെട്ടുള്ള വ്യക്തിയാണ്, ഞാനും ഒരു ആക്സിഡന്റിൽ പെട്ടുള്ളതാണ്. ആക്സിഡന്റ് കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളിലെ വേദന നമുക്കറിയാം. എന്താണെങ്കിലും കാലം തെളിയിക്കട്ടെ, അതെ, അത്രേ പറയാൻ പറ്റൂ.